ആദാബ് ബച്ചോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മുടെ പരീക്ഷ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ പാഠഭാഗങ്ങൾ നമുക്കറിയാം 5 പാഠഭാഗങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അല്ലേ. ഗരം ഗരം ജിലേബി, അതുപോലെ തന്നെ നമ്മുടെ കേത്തോമേ ജാൻ ആയി എന്നുള്ള പാഠം, അതുപോലെ ഹാത്ത് മിലായി, പിന്നെ അടുത്തതായിട്ട് ഹംബി സാത്ത് ഹേ, പിന്നെ പഡോസി. ഇത്രയും പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് ഇത്തവണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക പരീക്ഷയ്ക്ക്. അപ്പോൾ ആ പോർഷൻസിലെ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധയോടുകൂടെ കാണുക മാത്രം ചെയ്താൽ പോരാ, പഠിക്കുകയും ചെയ്യുക. ഓക്കെ, നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന്. ആദ്യത്തെ പ്രവർത്തനമായിരിക്കും അല്ലേ. നമുക്കറിയാം 6 പ്രവർത്തനങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൽ തന്നെ ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, രാമു 7वीं जमात में पढ़ता है, वह स्कूल जाने की तैयारी कर रहा है. उसके अम्मी ने दस्तरखान पर नाश्ता के लिए खाना रख दिया, അല്ലെങ്കിൽ നാഷ്ത രഖ് ദിയ എന്ന് ചിന്തിച്ചാലും മതി കേട്ടോ. अंडे खाकर रामू ने कहा, ये एक कुव्वत बख्श अज़ा है. सेहत के लिए कुव्वत बख्श अज़ा की ज़रूरत है. ये हमारे जिस्मानी और सहनी कुव्वत बढ़ते हैं. എന്താ പറഞ്ഞത്? രാമു 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മ വിരിപ്പിൽ ഭക്ഷണം വെച്ചു കേട്ടോ, നാഷ്ത വെച്ചു. ആ മുട്ട കഴിക്കുന്ന സമയത്ത് രാമു ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ രാമു പറയുകയാണ്, ഇതൊരു പോഷകാഹാരമാണ്. അതുപോലെ തന്നെ ആരോഗ്യത്തിന് പോഷകാഹാരം വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ് ആദ്യത്തെ ചോദ്യമായിട്ട്, ബച്ചോ ആപ്കോ കോൻ കോൻ സി കുവ്വത് ബഹഷ് അസായെ ജാൻതേ ഹേ, 4 കെ നാം ലിഖിയെ. എന്താ പറഞ്ഞത്? കുട്ടികളെ, നിങ്ങൾക്ക് ഏതൊക്കെ പോഷകാഹാരങ്ങൾ അറിയാം? 4 എണ്ണത്തിൻ്റെ പേരെഴുതുക. അപ്പോൾ നമ്മൾ ചോദ്യം നന്നായി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരെണ്ണം എഴുതാൻ പറ്റും അല്ലേ. അണ്ട. പിന്നെ എന്തുണ്ട? പിന്നെ നമുക്ക് എഴുതാം തർക്കാരി എഴുതാം, പറ്റില്ലേ? തർക്കാരി. അതുപോലെ തന്നെ എന്നുവെച്ചാൽ പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഇനാജ്, അതുപോലെ തന്നെ ദൂത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കുവ്വത്ത് ബഹഷ് അസ എന്നുള്ള ആ ഒരു പോഷകാഹാരം, അതെല്ലാം നമ്മൾ അത്യാവശ്യമായും പഠിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യമായിട്ട്, ഡാഷ് കേലിയെ കുവ്വത്ത് ബഹഷ് അസ കി ജറൂറത്ത് ഹേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? എന്തിനാണ് ഡാഷ് കേലിയെ കുവ്വത്ത് ബഹഷ് അസ കി ജറൂറത്ത് ഹേ? എന്തിനായിരിക്കും? അതെ, ഇതിൽ തന്നെ ഉണ്ടത് സിഹത് കേലിയെ കുവ്വത്ത് ബഹഷ് അസ കി ജറൂറത്ത് ഹേ. അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന നരേഷൻ പാർട്ട് വായിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിതിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഈ രണ്ടാമത്തെ അല്ലേ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എന്തായാലും തർക്കാരിയും പല്ലും അതുപോലെ തന്നെ ഈ അണ്ട ഇതൊന്നും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത് നോക്കൂ, ബച്ചോ ആപ്കെ പസന്ദീദ ഖാനെ കെ ബാരെ മേ എക് നോട്ട് ലിഖിയെ എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക. എങ്ങനെയായിരിക്കും നമ്മൾ നോട്ട് തയ്യാറാക്കുക? ആപ്കെ പസന്ദീദ ഖാന എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എഴുതാം മേരാ പസന്ദീദ ഖാന. നമുക്ക് എന്തെഴുതാം? ഇനിയിപ്പോൾ ദൂതാണെങ്കിൽ ദൂത് ഹേ, മേരാ പസന്ദീദ ഖാന ഭക്ഷണം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് മേരാ പസന്ദീദ ഖാന, നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് എഴുതാം. നമ്മൾ ഇപ്പോൾ എഴുതുന്നത് അണ്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടാന്ന് എഴുതാം. എന്നിട്ട് എന്തെഴുതാം? ഇതൊരു കുവ്വത്ത് ബഹഷ് അസയാണെന്ന് എഴുതാം. ഇതിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. സിഹത് കെ ലിയെ കുവ്വത്ത് ബഹഷ് അസ കി ജറൂറത്ത് ഹേ, യേ ഹമാരി ജിസ്മാനി और सहनी കുവ്വത്ത് ബഡ്തേ ഹേ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നരേഷൻ തരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാം പഠിക്കുക. ഓക്കെ, കുറച്ച് ഭക്ഷണങ്ങളുടെ പേര് പഠിക്കുക. അതുപോലെ തന്നെ ഈ കുവ്വത്ത് ബഹഷ് അസ എന്നുള്ള പേര് പഠിക്കുക. അതുപോലെ തന്നെ ഈ ജിസ്മാനി ഓർ ജഹനി കുവ്വത്ത് ബഡ്തേ ഹേ. കണ്ടോ, ജിസ്മാനി എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള,
അതുപോലെ തന്നെ ജഹനി എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഈ ഒരു വാക്കുകൾ നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ സിഹത്ത് എന്നുള്ള വാക്ക് പഠിക്കുക. സിഹത്ത് കേലിയെ ജരൂറത്ത് ഹേ അല്ലെങ്കിൽ സിഹത്ത് കേലിയെ മുഫീദ് ഹേ എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനെ കുറിച്ച് എഴുതാൻ പറ്റും. അത് മാത്രമല്ല മസേദാർ നമുക്ക് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ രുചികരമാണ്. അണ്ടനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ യേ അണ്ടാ ഹേ, അണ്ടാ മസേദാർ ഹേ. പിന്നെ എന്തെഴുതാം? അണ്ടാ ഏക്ക് കുവ്വത്ത് ബഹഷ് അസാ ഹേ, യേ ഹമാരെ ജിസ്മാനി ഓർ ജഹനി കുവ്വത്ത് ബഡ്തേ ഹേ. അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി നമുക്ക് അടുത്ത സവാൽ നോക്കാം. നമുക്ക് എന്തായാലും ഒരു ഭക്ഷണത്തെ കുറിച്ചൊന്ന് എഴുതി നോക്കാം അല്ലേ. ഇപ്പം നോക്കൂ, നമുക്ക് അണ്ടയെക്കുറിച്ച് തന്നെ എഴുതാം. യേ അണ്ടാ ഹേ, അണ്ടാ മസേദാർ ഹേ. പിന്നെ ഏക് കുവ്വത്ത് ബഹഷ് അസാ ഹേ. പിന്നെ യേ സിഹത്ത് കേ ലിയേ അച്ഛാ ഹേ, നല്ലതാണ്. പിന്നെ അണ്ടാ മുജേ ബഹുത്ത് പസന്ത് ഹേ. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചു വയ്ക്കുക. അതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒരു പ്രവർത്തനം കൂടി നോക്കാം കേട്ടോ. ഇതിൽ തന്നെ ഞാനൊരു ഓപ്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സാധാരണ കഥകളൊക്കെ തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ നൽകി ഉത്തരങ്ങൾ തയ്യാറാക്കാൻ പറയില്ലേ, അതിൻ്റെ ഒരു ബേസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ തരുന്ന ഭാഗം നമ്മൾ എത്രത്തോളം ഗ്രഹിച്ചിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് നമുക്ക് കഥകളും അല്ലെങ്കിൽ നരേഷൻ പാർട്ടൊക്കെ തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം തരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം കണ്ടിട്ടുള്ള ആ നരേഷൻ പാർട്ടിൽ നിന്ന് തന്നെയാണ് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. രാമു കിസ് ജമാഅത്ത് മേ പഠിത്താ ഹേ. ഈ നരേഷൻ പാർട്ട് വായിച്ചവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. രാമു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ്. രാമു സാത്ത് മേ ജമാഅത്ത് മേ പഠിത്താ ഹേ, അതാണ് അതിൻ്റെ ഉത്തരം. നമുക്കറിയാലോ. അപ്പോൾ ഇതിൽ കിസ് എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ്. ഇതിന് പകരമാണ് നമ്മൾ എന്തെഴുതുന്നത്? സാത്വേ ജമാഅത്ത് മേ പഠിത്താ ഹേ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യമായിട്ട് വഹ് കഹാം ജാനെ കി തയ്യാരി കർ രഹാ ഹേ. അവൻ എവിടേക്ക് പോകാനാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്ക് പോകാനാണ് നമുക്ക് എഴുതാം അല്ലേ? സ്കൂളാണ്. വഹ് സ്കൂൾ ജാനെ കി തയ്യാരി കർ രഹാ ഹേ. പിന്നെ അമ്മീനെ ദസ്തർഹാം പർ ക്യാ രഖ് ദിയ. അമ്മ മേശവിരിപ്പിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ വിരിപ്പിൽ എന്താണ് വെച്ചത്? അമ്മീനെ ദസ്തർഹാം പർ ഖാന രഖ് ദിയ അല്ലെങ്കിൽ നാഷ്ന രഖ് ദിയ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ക്യാ എന്നാണ് ഇതിലെ ചോദ്യപദം. ഇനി അടുത്തത് നോക്കൂ. സിഹത്ത് കേലിയെ കുവ്വത്ത് ബഹഷ് അസാ കി ജരൂറത്ത് ഹേ കൈസേ. അല്ലെങ്കിൽ ക്യോം എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ആരോഗ്യത്തിന് നമ്മുടെ ഈ കുവ്വത്ത് ബഹഷ് അസാ ആവശ്യമാണെന്ന് പറയുന്നത്? എന്താണ് കാരണം? നമുക്കറിയാം, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കുവ്വത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? सेहत के लिए कुव्वत बहश अज़ा की ज़रूरत है क्योंकि ये हमारे जहनी और जिस्मानी कुव्वत बढ़ते हैं. പിന്നെ അതിൽ നിന്ന് നമുക്ക് കുറേ വിറ്റാമിൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട് ഇല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ? ഈ കിസ്, അതുപോലെ തന്നെ കഹ, അതുപോലെ തന്നെ ക്യാ, ക്യോം, ഇങ്ങനെയുള്ള ചോദ്യപദങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ചോദ്യപദങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് കഥ തന്നാലും ഇതല്ലല്ലോ നമുക്ക് തരിക. നമുക്ക് ഏത് കഥ തന്നാലും അതിൽ നിന്ന് ചോദ്യം തയ്യാറാക്കാനോ അല്ലെങ്കിൽ ചോദ്യം തന്നിട്ട് ഉത്തരം നൽകാനോ ഒക്കെ കഴിയണമെങ്കിൽ ഇതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ കിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ കഹ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്. അതുപോലെ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. അതുപോലെ ക്യോ എന്ന് പറഞ്ഞാൽ വൈ അഥവാ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇനി ഇതിൽ കുറച്ചും കൂടെ ഉണ്ട്. കിത്തന എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. അതുപോലെ തന്നെ കബ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്. ഇനിയിപ്പോൾ ഒരു ക്യാ മാത്രമാണെങ്കിൽ എന്ത്, ക്യാ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ. ഇനി ഒരാളും കൂടി ഉണ്ട്, കോൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പോൾ ഈ ചോദ്യപദങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ കിസ്, കഹ, ക്യാ, അതുപോലെ തന്നെ കോൻ, ക്യാ, കോൻ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിത്തന, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. അതേസമയം ക്യോ എന്നാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടതാണ്.
അപ്പോൾ അതിന് നമ്മൾ എഴുതുമ്പോൾ ഈ ഉത്തരം എഴുതുമ്പോൾ മാത്രം നമ്മൾ ക്യോങ്കേ എന്ന് തുടങ്ങി എഴുതണം. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യപദങ്ങൾക്ക് പകരമായിട്ട് അതിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ രാമു കിസ് ജമാഅത്ത് മേ പഠിത്താ ഹെ, രാമു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 7. അപ്പോൾ രാമു സാത്വേ ജമാഅത്ത് മേ പഠിത്താ ഹെ, ഈ കിസ്ന്ന് മാത്രം മാറ്റി അവിടെ നമുക്ക് സാത്വേ എന്നാക്കി ഇത് അതുപോലെ എഴുതി കഴിഞ്ഞാൽ എന്തായി, ഉത്തരം റെഡിയാവും. പക്ഷേ ഇതിൽ അങ്ങനെ നടക്കില്ല. ക്യോ എന്നുള്ളതിൽ അങ്ങനെ പറ്റില്ല. അത് കുറച്ചുകൂടി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ എഴുതേണ്ടതാണ്. അപ്പോൾ ക്യോങ്കേ എന്ന് പറഞ്ഞ് എഴുതണം. എന്തുകൊണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞ് തുടങ്ങണം. മനസ്സിലായോ? അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വരി എഴുതിയതിന് ശേഷം പിന്നെ എന്ത് എഴുതണം, ക്യോങ്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യോം എന്നുള്ളതിൻ്റെ മാത്രമാണ് കുറച്ച് നമുക്ക് കഷ്ടമുള്ളൂ എഴുതാൻ. ബാക്കിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ തന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഈ ചോദ്യപദങ്ങൾ നിർബന്ധമായും നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അടുത്ത സർഗർമി ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സർഗർമിയെ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ 2 ഓപ്ഷൻ ആയിട്ടുള്ളതാണ് കൊടുത്തത്. ഓക്കെ, ഇനി രണ്ടാമത്തേതായിട്ട് ഇതാണ്. स्कूल जाते वक्त रामू ने देखा कि आसमान पर काला बादल छा रहे हैं. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് രാമു കണ്ടു ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഇങ്ങനെ വ്യാപിക്കുന്നു അല്ലേ. രാമുവിനെ സോച്ചാക്കെ ബാരിഷ് ആനെ വാലി ഹെ, രാമു ചിന്തിച്ചു മഴ വരാൻ പോവുകയാണ്. തൊടി ദേർമേ ബാരിഷ് ആയ, പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുറച്ച് അല്പസമയത്തിനകം മഴ വന്നു. രാമുവിനെ ബാരിഷ് കെ ബാരെ മേ ഏക് ഗീത് ഗായ, രാമു ബാരിഷിനെ കുറിച്ച് ഒരു പാട്ട് പാടി. बरसात सिर पे आई काली गठाए लाई गिर गिर के आए बादल हर सिमत छाए बादल. ഇത് അറിയാലോ, നമ്മൾ പഠിച്ച ആ ഒരു കവിത തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ബച്ചോ ഇസ് നസ്മ കിസ്കെ ബാരെ മേ ഹേ, എന്തിനെക്കുറിച്ചുള്ള കവിതയാണിത്? നമുക്കറിയാം എന്തിനെക്കുറിച്ചാണ്. ഈ ചോദ്യം നന്നായി വായിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഇത് കിസ് കെ ബാരേമേ, ഇവിടെ നോക്കൂ, ബാരിഷ് കെ ബാരേമേ. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം എന്താണ്? ഇസ് നസ്മ ബാരിഷ് കെ ബാരേമേ ഹേ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് നേടാൻ പറ്റും. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, രണ്ടാമത്തെ ചോദ്യം. ഇസ്സെ ദോ ഹമാവ സൽഫാസ് ചുൻകർ ലിഖി, ഇതിൽ നിന്ന് 2 ഹമാവ സൽഫാസ് കണ്ടുപിടിച്ചെഴുതുക. നമുക്കറിയാലോ, ആയി, ലായി, ആയേ, ചായേ. ഓക്കെ, അപ്പോൾ ഹമാവ സൽഫാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് എന്തിനെക്കുറിച്ചുള്ള കവിതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആ ചോദ്യത്തിൻ്റെ നരേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ വായിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഒന്നുകൂടി പറയുന്നത്? ഇത് കണ്ടോ, ഇതിൽ കിസ് കെ ബാരേമേ എന്നാണ്. ഇതിൽ ഉത്തരത്തിൽ നോക്കൂ, ബാരിഷ് കെ ബാരേമേ. അപ്പോൾ ഈ ബാരേമേ എന്നുള്ള ആ വാക്ക് എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, അടുത്തത് മൂന്നാമത്തത്. ബാരിഷ് കെ വക്ത് മാഹൂൽ മേ ക്യാ ക്യാ തബ്ദീലിയാ ആത്തേ ഹേ, ബാരിഷ് കെ ബാരേമേ നോട്ട് ലിഖിയേ, മഴയുടെ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് മാഹൂലിലുണ്ടാവുന്നത്? മഴയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക. അപ്പോൾ എന്തൊക്കെ എഴുതാം മഴയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുമ്പോൾ? ഇതിൽ നോക്കൂ, ഇവിടെ ഇതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ആസ്മാൻ പർ കാലാ ബാദൽ ഛാ രഹേ ഹേ, കണ്ടോ? അപ്പോൾ ആകാശത്ത് കറുത്ത മേഘങ്ങൾ വ്യാപിക്കുന്നുണ്ട്. പിന്നെന്താ, ഹർ സിമത്ത് ബാദൽ ചാത്തേ ഹേ, എല്ലാ ഭാഗത്തും ബാദൽ വ്യാപിക്കുന്നു. പിന്നെ ബാദൽ ഗിർ ഗിർ കെ ആയേ ഹേ അല്ലേ. അതുപോലെ തന്നെ ബർസാത്ത് കാലി ഘട്ടായി ലായി ഹേ. പിന്നെ ബാരിഷ് ഹൂബ് സൂറത്ത് ഹേ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് എഴുതാം ബാരിഷിൽ എന്തൊക്കെ ബാരിഷ് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാരിഷ് കെ വക്ത്, ആസ്മാൻ പർ, ഇത് നമ്മുടെ ചോദ്യത്തിലുള്ളത് തന്നെയാണ്, കണ്ടില്ലേ, ഇത് എവിടെയുള്ളത്? കാലാ ബാദൽ ഛാ രഹേ ഹേ. പിന്നെ ബാദൽ ഗിർ ഗിർ കെ ആത്തേ ഹേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം, തണുത്ത കാറ്റ് വീശുന്നു, ടണ്ടി ഹവ ആത്തേ ഹേ. പിന്നെ അന്ധേര ഛാ ഗയേ ഹേ,
അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ എന്തായാലും പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ആസ്മാൻ എന്നുള്ള വാക്ക്, കാലാ ബാദൽ എന്നുള്ള വാക്ക്, അതുപോലെ തന്നെ ടണ്ടി ഹവ എന്നുള്ള വാക്ക്, ഈ ആത്തേഹേ വരുന്നു എന്നുള്ള വാക്ക്, മനസ്സിലായോ? അതുപോലെ ബറസ്തീഹേ എന്നുള്ള വാക്ക്, പെയ്യുന്നു എന്നുള്ള വാക്ക്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മഴയെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും മഴ വരുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർ ചോദിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇനി അടുത്ത പ്രവർത്തനം ഇതാണ്, നോക്കൂ. ബാരിഷ് കെ വക്ത് ഇതാണ്. രാമു സ്കൂൾ പഹുഞ്ച വഹാ ഉസ്കെ ക്ലാസ് ടീച്ചർ ने बच्चों को 2018 का സേലാബ് കി ഏക് വീഡിയോ ദിഖായ. എന്താ പറയുന്നത്? രാമു സ്കൂളിലെത്തി. അവിടെ അവൻ്റെ ക്ലാസ് ടീച്ചർ അവന് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് 2018 വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വീഡിയോ കാണിച്ചു. എന്നിട്ട് പറയാണ്, ബച്ചോ സേലാബ് കി വജഹ സേ ക്യാ ക്യാ മുഷ്കിലാത്ത് പേഷ് ആത്തി ഹി. സേലാബ് കാരണം നമുക്ക് എന്തൊക്കെ മുഷ്കിലാത്തുകളാണ് വരുന്നത്? നോട്ട് ലിഖിയേ. സേലാബ് വെള്ളപ്പൊക്കം കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത്? നമ്മളിത് ഹാത്ത് മിലായി എന്ന പാഠഭാഗത്തിൽ പഠിച്ചതാണ് അല്ലേ? ഇത് നോക്കൂ, ഇതിന് രണ്ടാമതായിട്ട് സേലാബ് ജയ്സെ ഫിത്രത്തി ആഫാത്ത് സെ ബച്നെ കെ ലിയെ ഹം ക്യാ ക്യാ കർനാ ഹെ. എന്തൊക്കെ നമുക്ക് ചെയ്യണം? സേലാബ് പോലത്തെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ദോ നൂരെ തയ്യാർ കീജിയെ. 2 മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ 2 സ്ലോഗൻസ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സേലാബിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം. സേലാബ് ഏക്ക് ഫിത്രത്തി ആഫാത്ത് ഹേ. മനസ്സിലായോ? സേലാബ് ഏക്ക് ഫിത്രത്തി ആഫാത്ത് ഹേ. പിന്നെ സേലാബ് സേ കൈ മുഷ്കിലാത്ത് പേഷ് ആത്തി ഹേ. ഒരുപാട് അല്ലേ? സേലാബ് ഏക്ക് ഫിത്രത്തി ആഫാത്ത് ഹേ. ആദ്യത്തെ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ? പിന്നെ സേലാബ് സേ കൈ മുഷ്കിലാത്ത് പേഷ് ആത്തി ഹേ. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്? നമുക്കറിയാം. വീടുകൾ നശിച്ചു പോകുന്നു അല്ലേ? ഗർ ബർബാദ് ഹോ ജാത്തേ ഹേ. അല്ലെങ്കിൽ ഗർ ഡൂബ്തേ ഹേ എന്ന് എഴുതാം. ഗർ ഡൂബ്തേ ഹേ എന്ന് എഴുതാം അല്ലേ? നോക്കൂ, ഗർ ഡൂബ് ജാത്തേ ഹേ. പിന്നെയോ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. ആദമി മർത്തേ ഹേ. പിന്നെ ജാൻവർ ഓർ പരിന്തേ മർത്തേ ഹേ അല്ലേ? അപ്പോൾ ഈ 2-3 വാക്കുകൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. പിന്നെയോ പേട് ഗിർത്തേ ഹേ അല്ലെങ്കിൽ പേട് പൗദേ ഗിർത്തേ ഹേ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെ? വീട്, അതുപോലെ തന്നെ ഡൂബ് ജാത്തേഹേ മുങ്ങുന്നു, അതുപോലെ തന്നെ ഈ മർത്തേഹേ എന്നുള്ള വാക്കുകൾ മരിക്കുന്നു, ജാൻവർ, പരിന്ത്, ആദമി എന്നുള്ള വാക്കുകളൊക്കെ. അതുപോലെ തന്നെ പേട് പൗതയൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈ ഗിർത്തേഹേ വീഴുന്നു എന്നുള്ള വാക്ക്. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേലാബിനെ കുറിച്ച് വളരെ വൃത്തിയായിട്ട് നോട്ട് തയ്യാറാക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് 2 നൂര തയ്യാറാക്കാനാണ്. എന്തൊക്കെ എഴുതാം? നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നത് പോലെ പേട് പൗത എല്ലാത്തിൻ്റെയും ആവശ്യമാണ് അല്ലേ? അപ്പോൾ അത് മുറിക്കരുതെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലേ? കാരണം എന്താ? സേലാബിന് വെള്ളപ്പൊക്കത്തിനെയൊക്കെ തടയിടാൻ അല്ലെങ്കിൽ ആ മണ്ണൊലിപ്പിനെയൊക്കെ തടയിടാൻ നമുക്ക് ചെടികളും മരങ്ങളും കൊണ്ടൊക്കെ സാധിക്കും അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? പേട് പൗതേ ന ഘാട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ജംഗൽ ബച്ചാവോ. വനം സംരക്ഷിക്കണ്ടേ? സാധാരണ എന്തൊക്കെ എഴുതാൻ പറ്റുമോ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതെല്ലാം ഇതിലും എഴുതാൻ പറ്റും. ജംഗൽ ബച്ചാവോ, ജാൻ ബച്ചാവോ എന്ന് എഴുതാം. മനസ്സിലായോ? അതല്ല എന്നുണ്ടെങ്കിൽ ചടാൻ, പാറയൊന്നും പൊട്ടിക്കരുത് എന്ന് എഴുതാം. ചടാൻ ന തോടോ. അതുപോലെ തന്നെ നദീനാലേമേം കോടാക്കർക്കട്ട് ടാലോ. അങ്ങനെയുള്ള കുറേ നൂരകൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം നമുക്ക് പഠിക്കാം. പേട് പൗതേ ന കാട്ടോ അല്ലെങ്കിൽ പേട് പൗതേ ബച്ചാവോ, പേട് ബച്ചാവോ എന്ന് എഴുതിയാലും മതി. ജംഗിൾ ബച്ചാവോ. മനസ്സിലായോ? അതുപോലെ തന്നെ ചടാന്ന തോടോ, നദീനാലേ ബച്ചാവോ. ഈ ബച്ചാവോ എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ
കുറേ കാര്യങ്ങൾ നമുക്ക് അത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതാ നദീ നാലേ ബച്ചാവോ, ജംഗിൾ ബച്ചാവോ, പേട് ബച്ചാവോ, പേട് പൗതേ ബച്ചാവോ, ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ ചടാൻ, ചടാൻ എന്ന തോടോ, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ വാക്ക് നമ്മൾ എന്തായാലും മറക്കരുത്. ഈ വാക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറേ നൂരകൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. ഷാം കോ രാമു അപ്പനെ ദോസ്ത് രാഹുൽ കെ ഘർ ഗയ. വൈകുന്നേരം രാമു തൻ്റെ കൂട്ടുകാരനായ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. രാഹുൽ കോ ആം ബച്ചോं की तरह സ്കൂൾ नहीं ആ सकता. രാഹുലിന് സാധാരണ കുട്ടികളെ പോലെ സ്കൂളിലേക്ക് വരാൻ കഴിയില്ല. രാമുനെ രാഹുൽ സേ സ്കൂൾ കി ബാത്തേം കർണയിലേക്ക്. രാഹുലിനോട് സ്കൂളിലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ രാമു പറയുന്നതാണ്, അരേ രാഹുൽ ആജ് മേ സ്കൂൾ ജാത്തേ വക്ത് ജോർദാർ ബാരിഷ് ആയ. രാഹുലെ, ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നല്ല കനത്ത മഴ വന്നു. അപ്പോൾ രാഹുൽ എന്തായിരിക്കും ചോദിക്കുക? അല്ലേ, എന്തായിരിക്കും ചോദിക്കുക? വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം രാഹുൽ പുറത്ത് പോകുന്നില്ലല്ലോ അല്ലേ. രാഹുൽ വീട്ടിനകത്ത് തന്നെയാണ്. രാഹുൽ വയ്യാത്തൊരു കുട്ടിയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, മഴ എങ്ങനെയുണ്ടായിരുന്നു അല്ലേ, മഴ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ രാമുവിന് പറയാം, നല്ല ഭംഗിയുള്ള, അല്ലെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു, മഴ നല്ല രസകരമായിരുന്നു അല്ലേ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? മഴയുടെ സമയത്ത് അന്തരീക്ഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്? നമ്മൾ രണ്ടാമത്തെ ചോദ്യമില്ല, അത് ലിങ്ക് ചെയ്യുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക. ഓരോ ക്വസ്റ്റ്യൻസും തമ്മിലും ഒരു കണക്ഷൻ എന്തായാലും ഉണ്ടാവും. മനസ്സിലായോ? ഏതിൻ്റെയെങ്കിലും ഉത്തരം, ഇപ്പോൾ ഒന്നിൻ്റെ ഉത്തരം ചിലപ്പോൾ 2ലോ 3ലോ 4ലോ എന്തെങ്കിലും ഒരു ലിങ്ക് നമുക്ക് എന്തായാലും കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, നമുക്ക് ഇതിൽ രണ്ടാമത്തെ പ്രവർത്തനവുമായിട്ട് നമുക്കിത് ലിങ്ക് ചെയ്യാൻ പറ്റില്ലേ? നന്നായി ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് രണ്ടാം പ്രവർത്തനം ലിങ്ക് ചെയ്ത് തന്നെ എഴുതും. എന്തൊക്കെ എഴുതാം നമുക്കിതിലപ്പോൾ? രാഹുൽ പറയുന്ന ബാരിഷ് ബഹുത്ത്, അല്ലെങ്കിൽ രാഹുൽ എങ്ങനെ ഉണ്ടായിരുന്നു ആണല്ലോ ചോദിക്കുന്നത് അല്ലേ. ബാരിഷ് കൈസാത്ത അല്ലേ, ബാരിഷ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, പിന്നെ എന്തുണ്ടായി അല്ലേ. നല്ല മഴ വന്നു എന്നല്ലേ പറഞ്ഞത്. ഫിർ ക്യാ ഹുവ, ക്യാ തും ഛത്തരിയിലായാ ഹേ, നീ കുട കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അങ്ങനെയും നമുക്ക് ചോദിക്കാൻ പറ്റും. ഫിർ ക്യാ ഹുവ, ക്യാ തും ഛത്തരിയിലായാ ഹേ. അപ്പോൾ ഹാ അല്ലേ, മേ ഛത്തരിയിലായാ ഹേ, ലായാത്ത. പിന്നെ ബാരിഷ് കൈസാത്ത, എങ്ങനെയുണ്ടായിരുന്നു മഴ അല്ലേ. ബാരിഷ് ബഹുത്ത് ഹൂബ് സൂറത്ത് താ. അങ്ങനെ നമുക്ക് ആവുന്ന രീതിയിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇന്നതേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ സംസാരിക്കുക. നമുക്കൊരു വിഷയം തന്നു, മഴയെക്കുറിച്ചാണ് പറയേണ്ടതെന്ന്. അപ്പം നമ്മൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ, നമ്മുടെ ആശയങ്ങൾ വെച്ച് അവിടെ സംസാരിക്കുക. ഓക്കെ, അത്രയാണിതിൽ പറയാനുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. ഒരു ഓപ്ഷനായിട്ട് അടുത്ത ചോദ്യം കൂടി തന്നിട്ടുണ്ട്. ഇതാണ്, നോക്കൂ. शाम को रामू स्कूल से घर लौटने वक्त अपने पड़ोसी उसको बुलाया. വൈകുന്നേരം രാമു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ അയൽക്കാരൻ അവരെ വിളിച്ചു. ദേഖാ തോ അപ്നെ പടോസി കരീം ചാച്ചാ കെ ഹാത്ത് മേ എക് ബർത്തൻ ബി ഹെ. നോക്കുമ്പോൾ എന്താണ്, തൻ്റെ അയൽക്കാരനായ കരീം ചാച്ചയുടെ കയ്യിൽ ഒരു പാത്രവുമുണ്ട്. ഉസ്നെ പൂച്ച, അവൻ ചോദിച്ചു. രാമു ചോദിക്കുകയാണ്, ആദാബ് ചച്ചാ ഹാത്ത് മേ ക്യാ ഹേ അല്ലേ. ആദാബ് ചച്ചാ ഹാത്ത് മേ ക്യാ ഹേ, കയ്യിൽ എന്താണ്? അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഊഹിച്ചെഴുതാം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എഴുതേണ്ട കരീം ചച്ചിയും രാമുവും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ ആദാബ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെന്ത് പറയും? ആദാബ് രാമു അല്ലേ. അത് വളരെ നമുക്കറിയുന്ന കാര്യമാണ്. ഹാത്ത് മേ ക്യാ ഹേ, എന്താണ് ഹാത്ത് മേ? നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഹാത്ത് മേ ഹൽവ ഹേ അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ക്യാ ഹൽവ അല്ലേ, എന്തിൻ്റെ ഹൽവ? ക്യാ ഹൽവ ഹേ ചച്ചാ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കുക. അപ്പോൾ പറയാണ്, ഈ ഗാജിർ കാ ഹൽവ ഹേ. ഈ കിസ് കെ ലിയേ ഹേ എന്ന് ചോദിക്കുക അല്ലേ. ഇത് ആർക്ക് വേണ്ടിയാണ്? ഈ കിസ് കെ ലിയേ ഹേ
ये किसके लिए है चाचा? ये तुम्हारे लिए है. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? രാമു എന്ത് പറയാം? ശുക്രിയ ചാച്ച നോക്കാം അല്ലേ. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ വേർഡ്സിൽ തന്നെ എന്ത് ചെയ്യാം? ഒരു സംഭാഷണം തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്നത് തന്നെയാണ്, മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ അതിങ്ങനെ ഉറുദുവിലാക്കി നമ്മളുടെ സിമ്പിൾ വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഈ അടുത്ത പ്രവർത്തനം ഇതാണ്, അഞ്ചാമത്തെയാണ് കേട്ടോ. हाथ में बर्तन लेकर आने वाली रामू को देखकर उसका अम्मी ने पूछा. കയ്യിൽ പാത്രവുമായി വരുന്ന രാമുവിനെ കണ്ടിട്ട് അവൻ്റെ അമ്മ ചോദിച്ചു, ഈ ക്യാ ഹേ ബേട്ട, ഇതെന്താണ് മോനെ? രാമുവിനെ കഹ, രാമു പറഞ്ഞു, അമ്മി യേ ഹൽവ ഹേ, അമ്മേ ഇത് ഹൽവയാണ്. ഹമാരെ പടോസി കരീം ചച്ചാനെ ദിയാ ഹേ, നമ്മുടെ അയൽക്കാരനായ കരീം ചച്ച തന്നതാണ്. യേ സുൻകർ അമ്മീനെ അപ്പിനെ പടോസി കെ ബാരെ മേ കഹ്നെ ലഗ, ഇത് കേട്ട് അമ്മ തൻ്റെ അയൽക്കാരെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഹമാരെ പടോസി കിത്തനെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അയൽക്കാരെക്കുറിച്ചുള്ള പാഠഭാഗത്തിൽ കുറേ കാര്യങ്ങൾ അവരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കുറേ വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വേർഡ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉത്തരം എഴുതാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏതൊക്കെ വേർഡ്സാണ് പഠിക്കേണ്ടത്? പ്യാരെ, ഹമാരെ പടോസി കിത്തനെ പ്യാരെ ഹേ, മനസ്സിലായോ? പ്യാരെ, അതുപോലെ തന്നെ സീതേ സാദേ, നിഷ്കളങ്കർ, അങ്ങനെ എഴുതാം. ഹമാരെ പടോസി കിത്തനെ പ്യാരെ ഹേ, വോ ബഹുത്ത് സീതേ സാദേ ഹേ. പിന്നെ അവർ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് തരുന്നത് അല്ലേ? വോ ഹമാരെ ലിയെ അല്ലെങ്കിൽ വോ ഹമാരെ മദദ്ഗാർ ഹേ എന്ന് എഴുതാം. അപ്പോൾ ആ മദദ്ഗാർ എന്നുള്ള വാക്ക് പഠിച്ചു വയ്ക്കുക, മനസ്സിലായോ? മദദ്ഗാർ എന്നുള്ള വാക്ക്, മദദ്ഗാർ സഹായിയാണ്. പിന്നെ വോ ഹമാരെ എന്താ പറയുക, നമുക്ക് നമ്മളെ ആദരിക്കുന്നു, സൽക്കരിക്കുന്നു, അങ്ങനെയുള്ള വാക്കില്ലേ? അപ്പോൾ തവാസു കർത്തേ ഹേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ വേർഡ്സുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് അയൽക്കാരെക്കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കാനാണെങ്കിലും ശരി, അല്ല കവിത തന്നിട്ട് അതിൻ്റെ മത്ലബ് എഴുതാനാണെങ്കിലും ശരി, നമുക്ക് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഈ വാക്കുകൾ വെച്ച് എങ്ങനെയാണ് നോട്ട് തയ്യാറാക്കുന്നത് നോക്കാം. വോ കിത്തനെ പ്യാരെ ഹേ, വോ ബഹുത്ത് സീതേ സാദേ ഹേ. हमारे पड़ोसी हमारे मददगार है, നമ്മുടെ സഹായിയാണ്. और हम उनकी, അവർ നമ്മുടെ സഹായിയാണ്, അതുപോലെ തന്നെ നമ്മൾ അവരുടെ സഹായിയാണ് അല്ലേ? അപ്പോൾ അവർ നമ്മുടെ സഹായിയാണ്, അതുപോലെ തന്നെ നമ്മൾ അവരുടെയും. പിന്നെ വോ ഹമേ തവാസു കർത്തേ ഹേ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇത്രയും വേർഡ്സ് വെച്ച് തന്നെ നമുക്ക് ഇത്രയും ജുംല തയ്യാറാക്കാൻ പറ്റി. അപ്പോൾ കുറച്ചുകൂടെ വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുക. പിന്നെ ഇതിൽ ബി ചോദ്യം, ബച്ചോ ഹമാരെ പടോസി കഹാ രഹത്തെ ഹേ എന്നാണ്. നമ്മുടെ അയൽക്കാരെ എവിടെയാണ് താമസിക്കുന്നത്? ഹമാരെ സ്കൂൾ കെ പാസ്, ഹമാരെ ഘർ കെ പാസ്, ദുഖാൻ കെ പാസ്. എവിടെയാണ് അറിയാം, നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നവരാണ് നമ്മുടെ അയൽക്കാർ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും ഇതിലെഴുതാം അല്ലേ? ഹമാരെ ഘർ കെ പാസ് വോ രഹത്തെ ഹേ, അതെല്ലാം നമുക്കിതിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ചോദ്യങ്ങളും തമ്മിലും ഒരു കണക്ഷൻ ഉണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ ആറാമത്തേത് നോക്കാം. ആറാമത്തേത് അഥവാ ലാസ്റ്റത്തെ പ്രവർത്തനമാണ് ഇതിൽ. അപ്പോൾ ഇതിൽ നമ്മുടെ 2 ചോയ്സ് കഴിഞ്ഞു അല്ലേ? ആദ്യത്തേലും ചോയ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നാലാമത്തേലും ചോയ്സ് വന്നു ഗുഫ്തഗൂല്. പിന്നെ നമുക്ക് നമ്മുടെ ആറാമത്തെ പ്രവർത്തനം നോക്കാം. ആറാമത്തെ പ്രവർത്തനം വളരെ സിമ്പിളായതാണ് കേട്ടോ. നോക്കൂ, രാത്തുക്കോ രാമു അപ്പിനെ സബക് പഠിനെ കോ ബൈട്ട. രാത്രിയായപ്പോൾ രാമു തൻ്റെ പാഠഭാഗങ്ങൾ പഠിക്കാനായിരുന്നു. എന്നിട്ട് ഇതാണ് പഠിക്കുന്നത്. നോക്കൂ, പാനി കി കമി ഹോ രഹി ഹേ, പാനി ജോർ സെ ബറസ് രഹാ ഹേ, കുൻവേൻ കാ പാനി ബഡ് രഹാ ഹേ, സാരേ ഖേത്ത് സൂഖ് രഹേ ഹേ. ഇതൊക്കെ നമ്മൾ പഠിച്ച സെൻറ്റൻസുകൾ തന്നെയാണ് അല്ലേ? ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. വെള്ളം കുറയുന്നു, വെള്ളം ശക്തിയായി പെയ്യുന്നു, കിണറിലെ വെള്ളം ഉയരുന്നു, അതുപോലെ തന്നെ മുഴുവൻ വയലുകളും ഉണങ്ങുന്നു. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മുനാസിബ് ഉൻവാൻ ദേക്കർ ഉസ് ജുംലേക്കോ മുനാസിബ് ഖാനോ മേ ലിഖി എന്നാണ്.
ഇതിന് അനുയോജ്യമായ ഹെഡിങ് നൽകിയിട്ട് ഇതിന് അനുയോജ്യമായ കോളങ്ങളിലേക്ക് ആക്കി എഴുതാനാണ്. ഇത് ഏത് കാലങ്ങൾ, 2 കാലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഗർമി കാ മൗസം അതുപോലെ തന്നെ ബാരിഷ് കാ മൗസം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണിത്. അപ്പോൾ നമുക്കറിയാലോ, ഒന്ന് നമ്മൾ ഗർമി കാ മൗസം എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ എഴുതും? പാനിക്ക് കമി ഹോ രഹി ഹേ, അതുപോലെ തന്നെ സാരേ കേത്ത് സൂക്ക് രഹേ ഹേ. ഇനിയിപ്പോൾ നമ്മൾ ബർസാത്തിൻ്റെ ബാരിഷ് കാ മൗസം ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പാനി ജോർ സേ ബറസ് രഹാ ഹേ, കുൻവേ കാ പാനി ബഡ് രഹാ ഹേ. ഇതായിരിക്കും എഴുതുക. അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് തയ്യാറാക്കാനും പറ്റില്ലേ? ഗർമി കാ മൗസത്തിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ബാരിഷ് കാ മൗസത്തിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാചകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഓരോന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാചകങ്ങളും വാക്കുകളും നിങ്ങൾ നന്നായി പഠിക്കുക. വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വാചകങ്ങൾ തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഹുദാ ഹാഫിസ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.